രാത്രിയിൽ അപ്സരയും ജാൻമണിയും തമ്മിൽ ഒന്ന് വഴക്കായി. അതിനുശേഷം അപ്സര ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞിട്ടും ഇത്രയും നാളത്തെ വിഷമം മുഴുവൻ കൊണ്ടു നടന്നത് അത് ഒറ്റയടിക്ക് പൊട്ടിയൊരു അവസ്ഥയായിരുന്നു. പൊട്ടിക്കരയായിരുന്നു അപ്സര. സംഭവം മറ്റൊന്നുമല്ല, ജാൻമണിയും അപ്സരയും തമ്മിൽ തമാശ രീതിയിൽ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് അത് സീരിയസ് ആയി. ജാൻമണി പിന്നീട് പറഞ്ഞു, നീയും അർജുനും എന്നെ നോമിനേറ്റ് ചെയ്തില്ലേ, വേറെ ആര് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് 9 നോമിനേഷനാണ് വന്നത്, നിങ്ങൾ രണ്ടുപേരില്ലായിരുന്നെങ്കിൽ 7 നോമിനേഷന് വരുമായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല. ഫ്രണ്ടാണെന്നും ഞാൻ അത്രയും സ്നേഹിച്ചിട്ടും കൂടെ നിന്നിട്ടും നിങ്ങൾ രണ്ടുപേരും എന്നെ നോമിനേറ്റ് ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അപ്സര പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചൂണ്ടിക്കാണിക്കരുത് എന്നാണോ ജാൻമണി ചേച്ചി പറയുന്നത് എന്ന് ചോദിച്ചു അപ്സര. അപ്പോൾ പറഞ്ഞു, തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് നീ എന്നോട് പലതവണ പറഞ്ഞതില്ല, പിന്നെ എന്തിനാ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്തിരിക്കുന്നു? നിൻ്റെ ഈ സ്വഭാവം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിനക്ക് ലൈഫ് ലോങ് ഒരു ഫ്രണ്ട്സ് നിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു ജാൻമണി. അത് കേട്ടപ്പോൾ അപ്സരയ്ക്ക് ഒരുപാട് സങ്കടമായി. ഒരു ഫ്രണ്ട്സും കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അപ്സര പറഞ്ഞു, എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം എനിക്ക് മതി, അല്ലാത്തവരെ എനിക്ക് വേണ്ട. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അവർക്ക് അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കുന്നവർ മാത്രം കൂടാൻ നിന്നാൽ മതി, അല്ലാത്തവരെ എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് അപ്സര പറഞ്ഞു. അപ്പോൾ ജാൻമണിയും പറഞ്ഞു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്സ് നിൻ്റെ കൂടെ നിൽക്കില്ല, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാൻമണി വല്ലാതെ ചൂടായി. തമാശ രീതിയിൽ തുടങ്ങിയ ആദ്യം, പിന്നീട് അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയി. അപ്സര പൊട്ടിക്കരഞ്ഞു. ഇനി ജാൻമണി ചേച്ചി എൻ്റെ അടുത്ത് മിണ്ടാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അപ്സര പൊട്ടിക്കരയായിരുന്നു. അവിടെ പലരും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും അവിടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ ജാൻമണിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ചെയ്ത കാര്യത്തിന് ജാൻമണി ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. പിന്നീടും ജാൻമണി ഈ കാര്യം അപ്പുറത്തൊക്കെ പോയി പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര ദേഷ്യത്തിലാണ് ജാൻമണി സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ. എന്നാൽ പക്ഷേ ജാൻമണി അത് റിഗ്രറ്റ് ചെയ്യുകയോ അയ്യോ സോറി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുക, അങ്ങനെ ഒരു കാര്യം ജാൻമണിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ സാധാരണ കാണാറില്ല. എന്തായാലും അപ്സരയ്ക്ക് അത് ഭയങ്കര സങ്കടമായി. ഇത്രയും നാളത്തെ എല്ലാ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് അപ്സര അവിടെ കിടന്ന് കരയായിരുന്നു.